നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എഗ്ഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ബേസിക് കേക്ക് ഉണ്ടാക്കും, പിന്നെ ഡെക്കറേറ്റ് ചെയ്യും. വളരെ സോഫ്റ്റായതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അത് ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് വളരെ ഇഷ്ടമായിരിക്കും. ഇതിൽ ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ എങ്ങനെയാണ് കേക്ക് ടിൻ റെഡിയാക്കുന്നത്, എങ്ങനെയാണ് ഓവനിൽ കേക്ക് റെഡിയാക്കുന്നത്, ഇതെല്ലാം ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനും ശ്രദ്ധിച്ച് തന്നെ കാണുക. അതിനുശേഷം നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് എഴുതുക, ലൈക്കും ചെയ്യണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സ്റ്റെപ്പിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ഗ്രിൽ സ്റ്റാൻഡ് അതിനകത്തേക്ക് വെക്കുക. അതിനുശേഷം ഓവൻ ക്ലോസ് ചെയ്തതിന് ശേഷം പ്രീഹീറ്റ് ബട്ടൺ ഓൺ ആക്കുക. എൻ്റെ ഈ ഓവനകത്ത് ഓട്ടോമാറ്റിക് പ്രീഹീറ്റാണ്. അതില്ലാത്തവർ ഒരു 10 to 15 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യുക. ആദ്യമായി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒരു 3/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും ബീറ്ററിൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഈ മിക്സിയുടെ ജാറിൽ ഞാൻ ചെയ്യാൻ പറയുന്നത്. ബീറ്റർ ഉള്ളവർ ബൗളിൽ ഒഴിച്ചിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ ഒരു 3/4 കപ്പ് പാല്, അത് ചെറിയ ചൂടുള്ള പാലായിരിക്കണം. ഒരുപാട് ചൂടും ഉണ്ടാവരുത്, തീരെ തണുത്തതുമായിരിക്കത്തില്ല. വാം മിൽക്ക് ആയിരിക്കണം. ചെറു ചൂടായിട്ടുള്ള പാൽ ഒരു 3/4 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്ത ബാറ്റർ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളിലേക്ക് തന്നെ ഇത് മാറ്റുക. അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തന്നെയാണ് ഞാൻ മറ്റ് ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കൊക്കോ പൗഡറാണ് ഉപയോഗിക്കേണ്ടത്. കൊക്കോ പൗഡർ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ എല്ലാം എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. അത് ഞാനിവിടെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടാതെ 1 നുള്ളു ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ കോഫി പൗഡർ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. ഇടഞ്ഞെടുക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. പൊടികളെല്ലാം നന്നായിട്ട് ഇടകലർന്ന് മിക്സ് ചെയ്ത് കിട്ടും. ഇതിനകത്ത് തരികളും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് ഇടയാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് ഒരേ ഡയറക്ഷനിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. കട്ട് ആൻഡ് ഫോൾഡ് എന്നാണ് ഈ മെത്തേഡിന് പറയുന്നത്. ഇത് കുറച്ചൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിനകത്തേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഇവിടെ ഒരുമാതിരി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനെഗറും ഒരു 8 ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ബാറ്റർ കുറച്ച് തിക്കാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്വല്പം പാലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഗീ വെച്ചിട്ട് ഗ്രീസ് ചെയ്യാൻ ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീസ് ചെയ്തിരിക്കുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഈ ഇതിൽ കാണിച്ചിരിക്കുന്നില്ലേ, അതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന പൊടി നമ്മൾ കളയുക. ഇനി നമുക്ക് ഈ തയ്യാറാക്കിയ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം അധിക സമയം വെച്ചിരിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ
ടിന്നിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്യാൻ എടുക്കേണ്ടതാണ്. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കേക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനിൽ വെച്ച് കൊടുത്തതിന് ശേഷം, ഇത് പ്രീഹീറ്റഡ് ഓവനാണ്, പ്രീഹീറ്റഡ് ഓവനിലേക്കാണ് ഞാൻ കേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഓവൻ അടച്ചതിന് ശേഷം ഒരു കൺവെക്ഷൻ മോഡിൽ 35 മിനിറ്റ്സ് ആണ് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. കൺവെക്ഷൻ മോഡ് 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ്. അങ്ങനെ നമുക്ക് ഓണാക്കാം. ഇവിടെ 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം, കേക്ക് റെഡിയായോ എന്ന്. കേക്ക് തയ്യാറായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനായിട്ട് ഒരു ടൂത്ത് പിക്കോ ചെറിയ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക്, കേക്കിനകത്തേക്ക് ജസ്റ്റ് കുത്തി നോക്കുക. അപ്പോൾ ആ കുത്തി നോക്കിയിട്ട് നമ്മൾ വെളിയിലെടുക്കുമ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല, നല്ല ക്ലീൻ ആണെങ്കിൽ കേക്ക് റെഡിയായി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കേക്ക് റെഡിയാണ്. ഇവിടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികെ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ പതുക്കെ തട്ടി കൊടുത്ത് ഇളക്കിയെടുക്കാം. കേക്ക് ടിന്നിൽ നിന്ന് സുഖമായിട്ട് ഇങ്ങനെ കേക്ക് എടുത്തു മാറ്റാൻ പറ്റും നമുക്ക്. നിങ്ങൾ ഇതേ രീതി തന്നെ ചെയ്ത് നോക്കിക്കോളൂ. പക്ഷേ ഒരിക്കലും ചൂടായിട്ട് കേക്ക് എടുക്കാൻ പാടില്ല. ഇവിടെ നമ്മുടെ ബേസിക് എഗ്ഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ആയ ഒരു കേക്കാണിത്. നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ഈ കേക്ക് തയ്യാറാക്കി നോക്കുക. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കേക്ക് ഡെക്കറേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.